ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി മത്തായി സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യം വായിക്കുന്നു. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെന്ന് അവകാശപ്പെടുന്നവരും ഭൂമിയിൽ ദൈവത്തിന്റെ അജപാലകന്മാരെന്ന് അഭിമാനിക്കുന്നവരും ദൈവത്തിനു വേണ്ടി വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായ സഹോദരങ്ങൾ തങ്ങൾ ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്നുയരുന്ന ഓരോ വാക്കും ദൈവസ്വഭാവത്തിന് അനുരൂപമായിരിക്കണമെന്നുള്ളതും ഓർക്കാറില്ല. ദൈവത്തെ അറിഞ്ഞ് അത്യുന്നതനായവനെ ഭയപ്പെട്ട് അവന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവനായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഊവ് എന്ന് ഉച്ചരിക്കുമ്പോൾ, അഥവാ വാക്കും വാഗ്ദാനങ്ങളും നൽകുമ്പോൾ അവയെ എന്തു വില കൊടുത്തും പാലിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. എന്തെന്നാൽ അവർ വാക്കുമാറാത്ത വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ മനുഷ്യരോടുള്ള തന്റെ വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാതെ പൂർണ്ണമായി പാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് തന്റെ ജനം ഊവ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണമെന്ന് നിർബന്ധമുണ്ട്. പ്രലോഭനങ്ങളുടെ മുമ്പിൽ സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാനും ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടിയെടുക്കുവാനും ഊവ് എന്ന വാക്കു പറഞ്ഞവർക്ക് അത് പാലിക്കുവാൻ കഴിയാതെ തങ്ങളുടെ പ്രവൃത്തി ഇല്ല എന്ന പദത്തിൽ കലാശിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ആത്മീയ മണ്ഡലങ്ങളിൽ എത്ര ഉന്നതന്മാരായിരുന്നാലും അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാഗൽഭ്യവുമില്ല. എന്തെന്നാൽ ദുഷ്ടന് ദൈവരാജ്യത്ത് പ്രവേശനമില്ല. അതുകൊണ്ട് അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ദൈവഭക്തിയിൽ ജീവിക്കുന്നവരുടെ വാക്ക് വിശ്വാസയോഗ്യമാകണം. അഥവാ ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവിക്കുന്നുവെന്നും ദൈവത്തിന്റെ അധികാരം പേറുന്നുവെന്നുമൊക്കെ അഭിമാനിക്കുന്ന നിനക്ക് നിന്റെ വാക്കുകൾ അഥവാ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? താൽക്കാലിക നിലനിൽപ്പിനു വേണ്ടിയും കാര്യലാഭങ്ങൾക്കു വേണ്ടിയും ഊവ് എന്ന് പറയുന്ന നിന്റെ വാക്ക് പ്രവൃത്തി പദത്തിൽ ഇല്ല എന്നാകുന്നുവെങ്കിൽ സാത്താൻ നിന്നെ കീഴടക്കിയെന്ന് നീ മനസ്സിലാക്കുമോ? വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, പതിനായിരങ്ങളിൽ സുന്ദരൻ, രാജാധിരാജനവൻ. പതിനായിരങ്ങളിൽ സുന്ദരൻ, രാജാധിരാജനവൻ. ധീരനാം ദൈവം, അത്ഭുതമന്ത്രി, സമാധാനത്തിൻ പ്രഭുയേശു. വീരനാം ദൈവം, അത്ഭുതമന്ത്രി, സമാധാനത്തിൻ പ്രഭുയേശു. വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, പതിനായിരങ്ങളിൽ സുന്ദരൻ, രാജാധിരാജനവൻ. പതിനായിരങ്ങളിൽ സുന്ദരൻ, രാജാധി